അഡ്രസ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖനഭാഗത്തിലെ പത്രോസിലെ നമ്മളോട് പറയുകയാണ്, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മ ചെയ്യുന്നതിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പ്രവർത്തിക്കുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ എന്ന് പറയുകയാണ്. അതായത് ജീവിതത്തെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ നല്ല നല്ല ദിവസങ്ങൾ കാണാനായിട്ട്, നല്ല മൊമെന്റ്സ് ഉണ്ടാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ രണ്ട് കാര്യങ്ങളും ചെയ്യാനായിട്ടാണ് പത്രോസിലെ നമ്മളോട് പറയുന്നത്. ഒന്ന്, തിന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ നാവിനെ അവൻ നിയന്ത്രിക്കട്ടെ. രണ്ട്, വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെ അവൻ നിയന്ത്രിക്കട്ടെ എന്ന് പറയുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിലൂടെ വരുന്ന പാകപ്പിഴകള് നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പത്രോസിലെ പറയുകയാണ്. എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പത്രോസിലെ പറയുകയാണ്, നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങളുടെ നാവിനെയും നിങ്ങളുടെ അധരത്തെയും നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവർ, ഇതേ കാര്യം തന്നെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ നമ്മളോട് പറയുന്നത്. അല്ലെ, തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യാനായിട്ട് പറയുകയാണ്. ശത്രുക്കളെ പോലും സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നയിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ്, ജീവിതത്തിൽ സന്തോഷം വേണം, നല്ല ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യണം, നമ്മുടെ നാവിനെയും അധരത്തെയും നിയന്ത്രിക്കണം. നോമ്പിന്റെ ഈ ദിനത്തില് നമ്മുടെ മുമ്പിൽ സഭ വയ്ക്കുന്ന വലിയൊരു വെല്ലുവിളി ഇത് തന്നെയാണ്. നമ്മുടെ വാക്കുകൾ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.